ഹായ് ഹലോ, വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പത്തനംതിട്ടയിൽ കുറച്ച് സ്ഥലങ്ങളിലൊന്ന് കറങ്ങാൻ വന്നേക്കാണ്. അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അമ്പലങ്ങളിലാണ് കേട്ടോ പോയത്. നമ്മൾ ഇന്ന് പോയത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്കടുത്തുള്ള ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്നുള്ള അമ്പലത്തിലാണ്. ഇതാണ് കേട്ടോ അങ്ങോട്ട് കയറി ചെല്ലുന്ന സ്ഥലം. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂയൊക്കെ ആയിരുന്നു. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ അവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ കിട്ടിയത് ആ കുരങ്ങന്മാരിരിക്കുന്നതാണ് കേട്ടോ. ഇത് അച്ചൻകോവിലാറാണ്. അമ്പലത്തിന് പുറകോശമാണിത്. അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ഈ കാടും മലയൊക്കെ തണ്ടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അമ്പലത്തിലോട്ട് പോകുന്നേയും വരുന്നേയും ഒക്കെയുള്ള റോഡ് ഇങ്ങനെ കാട് മാത്രമാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വീഡിയോയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതുപോലെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു അവിടെ കാണാൻ. അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ്നെസ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ പെർമിഷൻ എടുത്തിട്ടായാലും നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കും കേട്ടോ. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കുറച്ചുകൂടെ കാടൊക്കെ ഒന്ന് കാണാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങ് പോയി. അങ്ങനെ വീണ്ടും ഈ കാടൊക്കെ കണ്ടു ചെന്നത് കല്ലേലി പാലത്തിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇത് കണ്ടോ, എന്ത് രസമായിരുന്നു അറിയോ കാണാൻ. ഫോട്ടോസും വീഡിയോസും അതുപോലെ വണ്ടികളുടെ ഒക്കെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്പോട്ടാണ്. നമ്മുടെ നാട്ടിലും ആറും ഒക്കെ തന്നെയാണെങ്കിലും പുറത്തുനിന്നൊക്കെ പോയി കാണുന്നുടനെ എന്തോ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്തൊക്കെയോ ഒരു പുതുമ പോലെ. എനിക്ക് ഡ്രസ്സ് ചേരുന്നുണ്ടോ ഒന്ന് പറയണേ. പിന്നെ ഞങ്ങൾ പോയത് നേരത്തെ പോയിട്ടുള്ള ഒരു അമ്പലത്തിൽ തന്നെ ആയിരുന്നേ, പത്തനംതിട്ട മൂർത്തിക്കാവ്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ് കേട്ടോ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന. എന്താണെന്നറിയില്ല, എനിക്കതിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയത് മലയാലപ്പുഴ അമ്പലത്തിലാണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ പുറത്തു നിന്ന് മാത്രമേ തൊഴാൻ പറ്റുള്ളൂ. അമ്മാതിരി തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനത്തെ ഒരു കടയിൽ കയറി കേട്ടോ. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്നത്. കാറിൽ വെക്കാൻ മേടിച്ച് ഈ കുട്ടി ഐറ്റം. കാറിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു കുട്ടി മുരുകന്റെ വേലാണ് കേട്ടോ അത്. അതെന്തായാലും ലാസ്റ്റ് കാണിക്കാം. എന്നിട്ട് നേരെ വണ്ടി ഇട്ടെടുത്തോട്ട് നടന്നു. ഇതാണ് കേട്ടോ മേടിച്ച ആ ഒരു വേല്. എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാൻ. എങ്ങനെങ്കിലും അത് കാറിന്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടാൽ മതി എന്നായിരുന്നു കേട്ടോ എന്റെ മൈൻഡില്. ഓണമായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു അമ്പലത്തിലാണ് കേട്ടോ ഡെയിലി വരാറുള്ളത്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇവിടുന്ന് ഒരു ആറന്മുള കണ്ണാടി സ്വന്തമായിട്ട് മേടിക്കണമെന്ന്. മേടിക്കാം, സമയമുണ്ടല്ലോ. വേറെ എങ്ങും കടകളൊന്നും ഇല്ലാത്തതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് വന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചത്. പിന്നെ ഇത്രയും ക്ഷീണിച്ചത് കൊണ്ട് തന്നെ നല്ലോണം വെട്ടി വിഴുങ്ങാന്ന് വിചാരിച്ചു. പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. വയറ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സ് പോലും മാറാതാണ് കേട്ടോ ഈ ഒരു ഐറ്റം കാറിലോട്ട് വെച്ചത്. വെച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ.